പണ്ട് കേട്ടൊരു കഥയാണ്, ഒരു പഴങ്കഥ. ഒരു മകൻ അമ്മയെ വെട്ടി നുറുക്കി കഷണങ്ങളാക്കി ഹൃദയം മാറ്റി ഉത്തരത്തിന്റെ മുകളിൽ വെച്ചു. നമ്മുടെ വാതിലിന്റെ മുകളിൽ, അന്നത്തെ കാലത്ത് ഉത്തരമുണ്ട്, ഉത്തരത്തിന്റെ മുകളിൽ വെച്ചു. മകൻ ആ വാതിൽ കടന്നു പോകുമ്പോൾ തല ഉത്തരത്തിന്റെ മുകളിൽ തട്ടിയപ്പോൾ ആ ഉത്തരത്തിരുന്ന്, ഹോ എൻ്റെ മോനെ എന്നൊരു നിലവിളി, ഒരു രോദനം പുറത്തേക്ക് വന്നു. അത് ആ ഹൃദയത്തിന്റെ രോദനമായിരുന്നു. അതാണ് അമ്മയും മകനും തമ്മിലുള്ള ബന്ധം. നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചൊരു കഥയുണ്ട്. അദ്ദേഹം ഗാന്ധിജിയിൽ ആകൃഷ്ടനായി, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്താണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗാന്ധിജിയിൽ ആകൃഷ്ടനായി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചു. അങ്ങനെ കുറച്ച് മാസങ്ങൾ ജയിലിൽ കിടന്നിട്ട് ജയിൽ മോചിതനായിട്ട് അദ്ദേഹം വീട്ടിലേക്ക് വരികയാണ്. ബസ് കയറിയും ബോട്ട് കയറിയും നടന്നും അദ്ദേഹം വൈക്കത്ത് തൻ്റെ വീട്ടിലെത്തുമ്പോൾ രാത്രി ഒരുപാട് പാതിര നേരമായിരിക്കുന്നു. എല്ലാവരും ഉറങ്ങിയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം വീട്ടിലെത്തുന്നത്. അദ്ദേഹം പതുക്കെ ഉമ്മറത്തേക്ക് കയറുമ്പോൾ ചെറിയൊരു ചിമ്മിനി വിളക്കിന്റെ വെട്ടം ഉമ്മറത്തുണ്ട്. ഉമ്മറത്തേക്ക് കയറുമ്പോൾ അകത്തുനിന്ന് ഒരു ചോദ്യം, ആരാത്? എൻ്റെ മോന് ബഷീറാണോ? അവൻ അത്ഭുതപ്പെട്ടു. ബഷീർ അത്ഭുതപ്പെട്ടു. കാരണം ഈ സമയത്ത് എൻ്റെ ഉമ്മ ഉറങ്ങാതെ എന്നെ കാത്തിരിക്കുകയാണോ? അങ്ങനെ വാതിൽ തുറന്ന് ഉമ്മ മകനെ ഒന്ന് നോക്കി എന്നല്ലാതെ ഉമ്മ മകനോടൊന്നും ചോദിച്ചില്ല. ഉമ്മ നേരെ വടക്കിനിയിലേക്ക് നടന്നു. വടക്കിനിയിൽ മൂടി വെച്ച ചോറും കറികളും മകന്റെ മുന്നിലേക്ക് നീക്കി വെച്ചിട്ട് മോനെ കഴിക്കൂന്ന് പറഞ്ഞു. അവൻ അത്ഭുതപ്പെട്ടു പോയി. ഈ സമയത്ത് ഞാൻ തിരിച്ചു വരുമെന്നും എനിക്ക് വേണ്ടി ഉറങ്ങാതെ ഉമ്മ കാത്തിരിക്കുന്നുണ്ടെന്നും ഒരിക്കലും ഒരാളും പ്രതീക്ഷിക്കുന്നതല്ല. അപ്പോൾ അവൻ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഞാൻ ഇന്ന് വരുന്നുള്ള കാര്യം എങ്ങനെ ഉമ്മക്ക് അറിയുന്നു? അപ്പൊ ഉമ്മ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും മോനക്കുള്ള ഭക്ഷണം ഞാൻ മാറ്റി വെക്കാറുണ്ട്. മോനക്കുള്ള ഭക്ഷണം മാറ്റി വെച്ചിട്ട് ഞാൻ മോനെ കാത്തിരിക്കാറുണ്ട് രാത്രി ഉറങ്ങാതെ. അപ്പൊ ഇത് കേട്ടിട്ട് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ബഷീറിന് നെഞ്ഞത്തുനിന്ന് ഇറങ്ങുന്നില്ല. ഈ ലോകം മുഴുവൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഭക്ഷണം എനിക്ക് വേണ്ടി പാകം ചെയ്ത് അതിനു വേണ്ടിയിട്ട് ഉറക്കമുളച്ചിട്ടാണ് ഉമ്മ കാത്തിരിക്കുന്നത്. അപ്പൊ ഉമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഉമ്മ ഇല്ലാണ്ടാവുമ്പോഴാണ് നമുക്ക് അതിന്റെ വിഷമം, അതിന്റെ സങ്കടമൊക്കെ മനസ്സിലാവുന്നത്.